ആത്മീയതയുടെ മറവിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് മതസ്ഥാപനങ്ങൾ ഇന്ന് നമ്മുടെ കേരളത്തിലുണ്ട്. പക്ഷെ പലർക്കും ഇതിനെ തൊടാൻ പേടിയാണ്. കാരണം വലിയ വമ്പന്മാരായിട്ടുള്ള ആളുകളാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഇവർക്കൊക്കെ നല്ല രീതിയിൽ ചിക്കിളിയും ഈ പറയപ്പെടുന്ന വീരന്മാർ കൊടുക്കാറുണ്ട്. ഇപ്പം വിനോ വാഴമുട്ടം എന്ന് പറയുന്ന ഒരു വ്യക്തി, ഇദ്ദേഹം ഒരു പാസ്റ്ററാണ്. പത്തനംതിട്ട കേന്ദ്രീകരിച്ചാണ് ഇയാളുടെ ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ 2-3 ദിവസത്തേക്ക് മുമ്പ് ഈ സ്ഥാപനത്തിലെ 17 വയസ്സുള്ള ഒരു കുട്ടിയെ അതിക്രൂരമായി പീഡിപ്പിച്ചു എന്നുള്ളൊരു വാർത്ത ഞെട്ടലോടെയാണ് പ്രേക്ഷകരെല്ലാം കേട്ടത്. ഇത്തരം അനധികൃതമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ഏത് മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങളാണെങ്കിലും അവൻ എത്ര ഉന്നതനാണെങ്കിലും അത് പൂട്ടണം, അവനെയൊക്കെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരികയും തരണം. അതായത് ഈ വിനു വാഴമുട്ടം എന്ന് പറയുന്ന ഇവരെ കുറിച്ചിട്ട് കുറേ വാർത്തകൾ ഇപ്പം പുറത്തോട്ട് വരുന്നുണ്ട്. കോടികളാണ് ഇവരൊക്കെ സമ്പാദിച്ചിരിക്കുന്നത്. കുറിച്ചിട്ടുള്ള ഞെട്ടിക്കുന്ന കുറെ സംഭവങ്ങളാണ് ഈ നമ്മുടെ മറുനാടൻ സാജൻ ചേട്ടൻ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ചാനൽ ചെയ്ത്. സാധാരണ നമ്മളങ്ങനെ അതിനകത്ത് അത് കാണാറില്ല. എന്തുകൊണ്ടാണ് ആ ഒരു വീഡിയോ ചെയ്തതെന്നുള്ള കുറിച്ചിട്ടൊക്കെ നമുക്ക് അറിയാമല്ലോ അല്ലേ. ഒന്നില്ലെങ്കിൽ ചോദിച്ചിട്ട് കൊടുത്ത് കാണത്തില്ല, അതൊക്കെ ആയിരിക്കും അവർ. ആ ഒരു വീഡിയോയിൽ പുള്ളി പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് ഈ പറയുന്ന പഞ്ചായത്ത് ഭരിക്കുന്നത് BJP ആണ്. അപ്പോൾ BJPയും CPMന്റെ ഒത്താശയോടുകൂടിയാണ് ഈ സ്ഥാപനം അവിടെ നിലനിൽക്കുന്നതും ഈ സ്ഥാപനത്തിന്റെ ഈ വിനോ വാഴമുട്ടം എന്ന് പറയുന്ന ആളെ സംരക്ഷിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സത്യത്തിൽ ആ ഒരു വീഡിയോ അത് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് ഇപ്പോഴാണ് അത് അങ്ങോട്ട് കത്തിയത്. കാരണം ഇതൊരു തിരി അങ്ങോട്ട് ഇട്ട് കൊടുത്തതാണ് സംഘപരിവാറിന്. ഇത് കേട്ട പാട് കേൾക്കാത്ത പാട് ഇന്നലെ സംഘപരിവാർ പ്രവർത്തകരെല്ലാം കൂടെ ഈ ഒരു സ്ഥാപനത്തിലേക്ക് ഇടിച്ചങ്ങോട്ട് കയറുന്ന ഒരു കാഴ്ച സാധാരണ നമ്മൾ വടക്കേന്ത്യയിലൊക്കെ കാണാറുണ്ട്. മറ്റു മതവിശ്വാസികളുടെ ആരാധനാലയങ്ങളിലും അല്ലെങ്കിൽ ഇതുപോലെ പ്രാർത്ഥന നടക്കുന്നിടത്ത് സംഘപരിവാർ റോളികൾ മാരകായുധങ്ങളൊക്കെ ആയിട്ട് കയറി വന്നിട്ട് ബഹളം ഉണ്ടാക്കി അവിടുത്തെ പ്രതിമകളൊക്കെ അടിച്ചു പൊളിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് കേരളത്തിൽ ഇത് ആദ്യമാണ്. സംഘപരിവാർ ഇവരുടെ സ്ഥാപനത്തിലേക്ക് ഇടിച്ചു കയറി വരുന്നതിന് മുമ്പ് ആദ്യം നീയൊക്കെ കയറേണ്ടതും ഇടിച്ചു പൊളിക്കേണ്ടതും നിന്റെയൊക്കെ ശാഖകൾ തന്നെയാണ്. അവിടെ വരുന്ന ചെറിയ കുട്ടികൾക്ക് അപരമത വിദ്വേഷവും പറഞ്ഞു കൊടുത്ത് രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി സകല തെണ്ടിത്തരവും കാണിച്ചു കൊടുക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് ഇന്ന് RSSന്റെ ശാഖകൾ മാറിക്കൊണ്ടിരിക്കുന്നത്. ഈ നാട്ടിനൊരു നിയമമുണ്ട്, നിയമവ്യവസ്ഥകളുണ്ട്, നിയമപാലകരുണ്ട്. അവരത് കൃത്യമായിട്ട് നടപ്പാക്കിയോളും. പോലീസുകാരുടെ പണിയൊന്നും നീയൊന്നും ഏറ്റെടുക്കേണ്ട. ഈ രാജ്യത്ത് മതമുള്ളവനും ഇല്ലാത്തവനും അവന്റെ വിശ്വാസപ്രകാരം ജീവിക്കാനും അവന്റെ പ്രാർത്ഥനകൾ നടത്താനും അവന്റെ ആരാധന അനുസരിച്ച് ജീവിക്കാനൊക്കെ ഇവിടെ നമ്മുടെ ഭരണഘടന അതിനുള്ള റൈറ്റ്സും തരുന്നുണ്ട്. അപ്പം അതിനകത്തേക്ക് കുത്തിക്കേറി ഇവിടെ പ്രശ്നം ഉണ്ടാക്കാം എന്ന് വിചാരിച്ച സംഘപരിവാറിനുള്ള ഒരു മറുപടിയാണ് എൻ്റെ ഈ ഒരു വീഡിയോ. എന്നാലും നമുക്ക് ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് വരുന്ന ചില വാർത്തകളുണ്ട്. നമുക്ക് ആ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് കാണാം. സംഘപരിവാർ പ്രവർത്തകരെ തള്ളിക്കയറ്റവും നമുക്കൊന്ന് കാണാം. വർഷിപ്പ് സെന്ററിന്റെ ഓമലൂരുള്ള ആരാധനാലയത്തിലാണ് ഈ പ്രതിഷേധം നടക്കുന്നത്. ഒരു വശത്ത് BJP പ്രവർത്തകർ BJPയുടെ നേതൃത്വത്തിലുള്ള ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചുകൊണ്ട് ഓമലൂർ പഞ്ചായത്ത് BJP ഭരിക്കുന്നതാണ്. അവരാണ് ഇവിടെ പാസ്റ്റർ ബിനു വാഴമുട്ടം ഈ സ്ഥാപനത്തിലുടമയെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിഷേധിക്കുന്നത്. മറുവശത്ത് ഇന്ന് ഞായറാഴ്ചയാണ്. ആരാധനയ്ക്കായി ഈ എലോവിന്റെ വിശ്വാസയാൽ എത്തിയവരാണ്. ഞങ്ങൾക്ക് ആരാധന സ്വാതന്ത്ര്യം വേണം. ഞങ്ങൾ മറ്റൊരു കാര്യങ്ങളും ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല. ഇപ്പോൾ മുന്നോട്ട് പോകുന്നു. അവരെ പ്രവർത്തകർ തടയുകയാണ്. ഇപ്പോൾ പോലീസ് ബലം പ്രയോഗിക്കാനുള്ള ശ്രമത്തിലാണ്. പോലീസിന്റെ സംരക്ഷണയിൽ ആരാധനയ്ക്കായി സമൂഹം മുന്നിലേക്ക് വരികയാണ്. മറ്റ് പ്രതിഷേധിച്ചവര് പോലീസിന്റെ സഹായത്തോടെ അപ്പൊ നമ്മുടെ സംഘപരിവാർ കുട്ടന്മാർ ഈ കാണിച്ചൊരു വ്യഗ്രത നമ്മുടെ നാട്ടിലെ ചുറ്റുപാടും പല സ്ഥലങ്ങളിലും ഒരുപാട് വ്യാജന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ഒരുപാട് വ്യാജ സന്യാസിമാരും ഒരുപാട് വ്യാജ പൂജാരിമാരുടെയൊക്കെ വാർത്തകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം അത്തരം സ്ഥാപനങ്ങളിൽ കൂടെ നിങ്ങളുടെ ശ്രദ്ധ ഒന്ന് കേന്ദ്രീകരിക്കണം. നിങ്ങളൊക്കെ നമ്മുടെ നാടിന് ആവശ്യമുള്ളവരാണ്. ഈ രാജ്യത്തിന്റെ സ്വയം സേവ സംഘകരാണ്. ഇനി ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു വേട്ടാവളിയന്റെ ഒരു വീഡിയോ ഉണ്ട്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. എന്റെ പൊന്ന് പാസ്റ്റർമാരെ, ഇമാതിരി അഴിമതികൾ കാണിച്ചാൽ നാട്ടുകാർ എതിർക്കുക തന്നെ ചെയ്യും. നോർത്ത് ഇന്ത്യയിൽ കാണും പോലെ കൃത്യമായിട്ട് ആരാധന നടക്കുകയാണ് ലക്ഷ്യം. നമ്മൾ ഇവരുമായിട്ടൊന്നും യാതൊരു പ്രശ്നമോ യാതൊരു കാര്യമോ ഇല്ല. കേരളത്തിലെ പഞ്ചായത്ത് ഓമലൂർ പഞ്ചായത്ത് ഭരിക്കുന്നത് BJP ആണ്. അപ്പൊ അവർ ചിന്തിക്കുന്നത് BJP ഭരിക്കുന്ന പഞ്ചായത്തിൽ പെന്തക്കോസ്തിന്റെ ആരാധന തടയും എന്നുള്ളൊരു തീരുമാനമാണെങ്കിൽ കേരളത്തിലെ 40 ലക്ഷത്തോളം വരുന്ന പെന്തക്കോസ്തുകാർ ഒന്നിച്ചതിന് മറുപടി പറയും. അത് ഞങ്ങളത് ഒരു കാര്യം പറയാനാണ് ഞാൻ നിൽക്കുന്നത്. ആരാധിക്കുന്നതിന് യാതൊരു പ്രശ്നവും ആരും പറഞ്ഞിട്ടില്ലെന്ന്. അങ്ങനെയാണെങ്കിൽ
പെന്തക്കോസ് ഈ കേരളത്തിൽ മാത്രമാണോ ഉള്ളത്? ക്രിസ്ത്യാനികളും BJP ഭരിക്കുന്ന എല്ലാ സംസ്ഥാനത്തുമില്ലേ? മുസ്ലിങ്ങൾ ഉൾപ്പെടെ ഇല്ലേ? എന്താ അവർ ആരാധനകൾ നടത്തുന്നില്ലേടോ? അതുകൊണ്ട് ഇമാതിരി ഡയലോഗ് ഇങ്ങോട്ട് ഇറക്കണ്ട. പിന്നെ നീയൊക്കെ വിചാരിക്കുന്നത് എന്തെന്നറിയോ? നോർത്ത് ഇന്ത്യയിലൊക്കെ നിന്നെപ്പോലുള്ള കവട പാസ്റ്റർമാർ അവിടെ ചെന്ന് ഈ ആദിവാസി സ്ഥലങ്ങളിലൊക്കെ ചെന്ന് പിന്നെ മതപരിവർത്തനം നടത്താൻ പോകുന്നത് കൊണ്ടാണ് അടിയും തന്ന് നിന്നെയൊക്കെ ഓട്ടിക്കുന്നത്. നീ ഇവിടെ വന്നിരുന്ന് പൊട്ടി കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നീ ഇപ്പോൾ ഉണ്ടാക്കി വർഗീയതയിലേക്ക് കൊണ്ടുപോകണ ഒരു പുല്ലുമില്ലടാ. എടവോ, BJP ഭരിക്കുന്ന ഓമല്ലൂർ പഞ്ചായത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് നീ വിചാരിക്കുന്ന എന്താണ്? BJP അങ്ങോട്ട് കഴുകു കയറാം, അപ്പോൾ എല്ലാം കൂടെ ഉണ്ടാക്കിക്കൊണ്ട് വരും എന്നൊക്കെ വരും. ഒരു പ്രശ്നവുമില്ല. നിന്റെയൊക്കെ 40 ലക്ഷം പേരുടെ വോട്ട് കൊണ്ടല്ല BJP ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത്, മനസ്സിലായോ? നിന്റെ എന്നല്ല, പല ക്രിസ്ത്യാനികളുടെയും ആവശ്യങ്ങൾക്കല്ലാതെ ഒരുത്തന്മാരുടെ വോട്ടും. ഒരു 100 പേരുണ്ടെങ്കിൽ 60% വോട്ടും വേറെ തന്നെയാണ് പോകുന്നത്. 40 വരുന്നുള്ളൂ. പിന്നെ പെന്തക്കോസുകാരെന്ന് പറഞ്ഞാൽ ഒരു രീതിയിലും BJPക്ക് വോട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടല്ല BJP ഭരിക്കുന്നത്. ഇമാതിരി അഴിമതിക്ക് കൂട്ടു നിൽക്കില്ല. നീ അതിനെപ്പറ്റിയൊന്നും പേടിച്ച് നീ വിറപ്പിക്കണം. 40 ലക്ഷം പേരുണ്ടെങ്കിൽ പോയി മൂഞ്ചിക്കൂട്, മനസ്സിലായ? നിന്നെയൊക്കെ പോലെ കള്ള പാസ്റ്റർമാർ ഇറങ്ങി ജനങ്ങളെ തട്ടിപ്പും വെട്ടിപ്പും നടത്തി ഈ റോഡിൽ മറ്റേ കൺവെൻഷൻ പോലെ നടത്തി അവിടെ കിടന്ന് തുള്ളിയും ചാടിയും അവരെയൊക്കെ പണം മെഴുകി തിന്നും പോലെ എന്നുള്ളതല്ലടാ. അഴിമതി കണ്ട അഴിമതി തന്നെയാണ് ഈ അഴിമതി. നീയൊക്കെ കൊണ്ട് മിണ്ടാതിരിക്കുന്ന വോട്ട് രാഷ്ട്രീയത്തിന് വേണ്ടി ഈ ഇവിടെയുള്ള സമര മറ്റവന്മാരുണ്ടല്ല, ഇടതും വലതും. ഇതൊരു ഹിന്ദുവിന്റെ ഏതെങ്കിലും ഒരു ആരാധനാലയത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ആണെങ്കിൽ യോമാര് ഇതൊന്നും അല്ലായിരുന്നു. ഇന്ന് നീയൊക്കെ മിണ്ടാതെ അവിടെ കിടന്ന് ഡയലോഗ് ഇറക്കിയിട്ട് മിണ്ടാതെ പോയില്ലേ? ഇതൊരു ഹിന്ദുവിന്റെ എന്തെങ്കിലും ഒരു പ്രോബ്ലം ആണെങ്കിൽ ഇപ്പോൾ സമര പോരാളികളുണ്ടല്ലോ, ഒരു ഉപയോഗമില്ലെങ്കിലും എല്ലായിടത്തും വന്ന് സമരം നടത്തി 8ന്റെ പണി മാച്ചുകൊണ്ട കുറെ പോരാളികളുണ്ട് നമ്മുടെ കേരളത്തിൽ. യുവമാരെല്ലാവരും കൂടെ വന്ന് കൊടികുത്തി അവിടെ ഇരുന്ന് മൂഞ്ചിയാനാ BJPക്കെതിരെ RSSനെതിരെയൊക്കെ. നീയൊക്കെ ആയതുകൊണ്ടാണ് യുവമാരൊന്നും മിണ്ടാത്തത്. അപ്പം നീ വിചാരിച്ചെന്തിനാ BJP ഓമല്ലൂർ പഞ്ചായത്തിൽ ഭരിക്കുന്നത് കൊണ്ട് BJPക്കെതിരെ വർഗീയത ഉണ്ടാക്കാനാണെങ്കിൽ നീ ഒരു കോപ്പും ഉണ്ടാക്കൂല. നീ ഉണ്ടാക്കി 40 ലക്ഷം പേര് ഉണ്ടാക്കിയാലും BJPക്ക് ഒരു കോപ്പും ഇല്ലടോ മോനെ. ചാരിറ്റി എന്നും പറഞ്ഞ് മറ്റേ അഗതി മന്ദിരം എന്നൊക്കെ പറഞ്ഞ് കെട്ടിയിട്ടിട്ട് അവിടെയുള്ള ജനങ്ങളെ അവിടെ വരുന്ന അഗതികളെയൊക്കെ എടുത്തിട്ട് അടിച്ച് ഊപ്പാടും വരുത്തി പീഡനം നടത്തി അവന്മാരെയൊക്കെ സംരക്ഷിക്കുമോ എന്നാണോ നീ പറയുന്നത്? എന്നിട്ട് അതിൻ്റെ പേരിൽ കേസും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നീയൊക്കെ വന്ന് പിറ്റേന്ന് ഒന്നൊക്കെ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ജനങ്ങൾ തടയൂടോ? നീ അതുകൊണ്ട് ആരാധന എന്ന് പറയുന്നില്ല. ഈ BJP ശക്തമായിട്ടുള്ള സ്ഥലങ്ങളിൽ എല്ലാ സ്ഥലത്തും ആരാധനയും കൊണ്ടോ? എവിടെയാ? കേരളത്തിൽ സ്വതന്ത്രമായി തന്നെയോ ക്രിസ്ത്യാനിയും ഹിന്ദുവും മുസ്ലിംസ് എല്ലാം പോകുന്നുണ്ട്. അത് ഇന്ത്യയിൽ തന്നെ. നീ എന്തോന്നാ വിചാരിച്ചു ചെയ്യുന്ന പാസ്റ്ററെ? ഇതിൻ്റെ ഇടയ്ക്ക് വന്ന് മറ്റേ വർഗീയതയും പാർട്ടിയൊക്കെ പറഞ്ഞ ഉടനെ നിന്നെയൊക്കെ 50 അല്ല 500 പേര് താങ്ങിയാലും ഒരു കോപ്പുമില്ല. തോന്നിയ മാസം കാണിച്ചത് എല്ലാവരും കണ്ടത് തന്നെയാണ്. അത് പിന്നെ ഈ നിങ്ങളുടെ ആൾക്കാരായതുകൊണ്ട് ചിലപ്പോൾ ഇടതും വലതും കൂടെ നിങ്ങളെ ഒട്ടി നിൽക്കുന്നത് കൊണ്ട് ഇറങ്ങൂലായിരിക്കാം. അവന്മാർക്ക് പ്രതിഷേധം ഉണ്ടാവില്ല. അവന്മാർക്ക് അമ്പലങ്ങളായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അതിൽ അമ്പലത്തിൻ്റെ ഹിന്ദുക്കളുടെ പേരോ എന്തെങ്കിലും വരണം എങ്കിൽ മാത്രമേ മൂഞ്ചാൻ കൊടിയും കൊണ്ട് ഇറങ്ങുള്ളൂ. അപ്പൊ ഈ മരങ്ങോടൻ വേട്ടാവളിയും മൂങ്ങാക്കണ്ണം പറഞ്ഞ് നിങ്ങൾ കേട്ടില്ലേ? BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അവിടെ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഒക്കെ ആരാധനകൾ നടത്താനായിട്ടുള്ള അവകാശമുണ്ടെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ള വാർത്തകൾ എത്രയോ കണ്ടു. പാസ്റ്റർമാരെയും കന്യാസ്ത്രീകളെയും ഓടിച്ചിട്ട് തല്ലുന്നതും മദ്രസകൾ പൊളിച്ചു മാറ്റുന്നതൊക്കെ നമ്മൾ എത്രയോ വാർത്തകളുണ്ട്. ഈ മരങ്ങോടൻ വേട്ടാവളിയൻ വന്നിരുന്നുകൊണ്ട് കൊണയടിക്കും. പിന്നെ ഇവന്റെ വായിന്ന് വരുന്ന വാക്കുകളൊക്കെ ഉണ്ട്. ഇവനെന്തോ വലിയ സംഭവമാണെന്നൊക്കെയാണ് ഈ ചെറ്റ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. സംഘപരിവാറിന് പോലും നാണക്കേടാണ് ഇവനെ പോലുള്ള മരങ്ങോടന്മാർ. കാരണം അപമാനമാണ് അവർക്ക്. ഇവന്റെ ഓരോ വീഡിയോകൾ കാണുമ്പോൾ നിൽക്കുക, ഇവൻ വർഗീയത എന്ന് പറഞ്ഞ സാധനം പറയത്തില്ല. ഇവൻ മതേതരത്വം മാത്രമേ ഇവൻ സംസാരിക്കത്തുള്ളൂ. ഇവിടെ നിയമമുണ്ട്, നിയമപാലകരുണ്ട്. അവർ കൃത്യമായിട്ട് അത് അന്വേഷിച്ച് കുറ്റവാളികളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരും. അടച്ചു പൂട്ടേണ്ട സ്ഥാപനമാണെങ്കിൽ അത് അടച്ചു പൂട്ടുക തന്നെ ചെയ്യണം. അതിനകത്തൊന്നും ഇവിടെ ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. ഇത് മതത്തിന്റെ സ്ഥാപനങ്ങളാണെങ്കിലും കൊള്ളാം, മുഖം നോക്കാതെ ഒരു നടപടി എടുക്കണം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ ഓപ്പറേഷൻ തൂഫാൻ ഒരു സംഭവം കൊണ്ടുവന്നതുപോലെ ഇതുപോലെ വ്യാജന്മാരെയും വ്യാജ സ്ഥാപനങ്ങളെയും കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു പ്രത്യേക ഫോഴ്സിനെ നമ്മുടെ കേരള പോലീസിൽ ഉണ്ടാക്കണം. ഇതുപോലുള്ളവന്മാരെയൊക്കെ തൂക്കി അകത്താക്കണം. അതാണ് ആദ്യം ചെയ്യണം. പക്ഷെ ഇതൊന്നും പറയാനായിട്ടുള്ള യോഗ്യത ഈ മരങ്ങോടനൊന്നും ഇല്ല. അതാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വരാനുള്ള ഒരു മെയിൻ കാരണം. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.